സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾക്കും ബന്ധുക്കൾക്കുമൊക്കെ വലിയ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് അവരൊക്കെ എന്നുള്ളൊരു കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത്. ഇരട്ടിയിലധികം സ്വത്ത് വർധന ഉണ്ടായിരിക്കുന്നു എന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. പ്രതികളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ബന്ധുവീടുകളിലും നടത്തിയ പരിശോധനയിലാണ് EDയുടെ കണ്ടെത്തൽ. ഈ ചോദ്യം ചെയ്യലിൽ കള്ളപ്പണത്തിന്റെ ഉറവിടം കണ്ടെത്താനാണ് EDയുടെ തീരുമാനമെന്നറിയുന്നു. നിതിൻ സേവ്യർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. നിതിൻ, അപ്പോൾ ED ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ്. അപ്പോൾ അതിൽ തന്നെ മുരാരി ബാബുവിന്റെ അടക്കം സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ പുരോഗമിക്കുന്നതായിരുന്നു. അപ്പോൾ EDയുടെ ഒരു അന്വേഷണത്തിൽ പ്രധാനമായും ഇതിൽ ഉൾപ്പെട്ട ആളുകൾ അവരുടെയൊക്കെ സ്വത്തുക്കളിൽ അസാധാരണമായ രീതിയിൽ വർധന ഉണ്ടായിരിക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ തുടർ നടപടികൾ ഉണ്ടാകും, അതിന്റെ ഒരു സോഴ്സ് എവിടെ നിന്നാണെന്നുള്ള അന്വേഷണം ഉണ്ടാകും. അപ്പോൾ അത്തരം അന്വേഷണങ്ങളിലേക്ക് സാമ്പത്തിക സ്രോതസ്സുകളിലേക്ക് കൂടെ ED കടക്കുകയാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. അതായത് പ്രധാനമായും SIT ഈ കേസിൽ അന്വേഷിക്കുന്നത് ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളാണെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത് തീർച്ചയായും സാമ്പത്തിക ഇടപാടുകളും സാമ്പത്തിക ക്രമക്കേടുകളും കള്ളപ്പണവും ഒക്കെ സംബന്ധിച്ച ഇടപാടുകൾ തന്നെയാണ്. ഇതിൽ ഈ പ്രതികളായ 13 പേരിൽ പലർക്കും അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കൾക്കുമൊക്കെ വരുമാനത്തിൽ കവിഞ്ഞ ഇരട്ടിയിലധികം സ്വത്തും പണവും ഉണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇത്തരത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഈ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇവരുടെ കള്ളപ്പണത്തിന്റെ സ്രോതസ് കൃത്യമായി കണ്ടെത്തുക എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. അല്ലെങ്കിൽ ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുതുന്നുണ്ട്. അപ്പോൾ ഏതായാലും ചോദ്യം ചെയ്യലിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഫെബ്രുവരി ആദ്യവാരം തന്നെ ഇവരെ ചോദ്യം ചെയ്യാനായി പ്രതിപട്ടികയിൽ നിലവിൽ SIT പ്രതിപട്ടികയിലുള്ളവരിൽ മുരാരി ബാബു മാത്രമാണ് നിലവിൽ ജാമ്യം ലഭിച്ച് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ മുരാരി ബാബുവിന് ഫെബ്രുവരി ആദ്യവാരം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതിപട്ടികയിലേക്ക് വരാൻ സാധ്യതയുള്ളവരെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്കും ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ചോദ്യം ചെയ്തതിലൂടെ കൂടുതൽ വിശദമായ ഈ ഒരു വിവരങ്ങളിലേക്ക് പോകാം, അല്ലെങ്കിൽ കണ്ടെത്തലുകൾ നടത്താമെന്ന ഒരു തീരുമാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉള്ളത്. കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് വലിയ തോതിലുള്ള ഒരു പരിശോധന ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 21 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുന്നത്. ഇതിൽ ഈ റെയ്ഡിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1.3 കോടി രൂപയുടെ സ്വത്ത് ആരോപിച്ചിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും 100 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണക്കട്ടുകൾ പിടിച്ചെടുത്തിരുന്നു. അപ്പോൾ ഈ പരിശോധനയിൽ നിരവധി രേഖകളും ഒപ്പം തന്നെ ബാങ്ക് ഇടപാടുകളുടെ രേഖകളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുമൊക്കെ വെച്ച് ഇവരിൽ ഇത്തരത്തിൽ പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരി ജയിലിലാണുള്ളത്. അപ്പോൾ പങ്കജ് ഭണ്ഡാരിക്ക് നേരിട്ട് നോട്ടീസ് നൽകില്ല. പകരം ഈ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടത്തിയ പരിശോധനയിലും 20 മണിക്കൂറാണ് അവിടെ പരിശോധന നടത്തിയത്. അവിടുത്തെ പരിശോധനയിലും നിരവധി രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സ്വർണ്ണക്കൊള്ളയല്ലാതെ മറ്റ് ചില ക്രമക്കേടുകൾ കൂടി, സാമ്പത്തിക ക്രമക്കേടുകൾ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുമുണ്ട്. അപ്പോൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തും. ഒപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിലവിൽ ഈ ഫെബ്രുവരി ആദ്യവാരമാകുന്നതോടുകൂടി തന്നെ സ്വാഭാവിക ജാമ്യം ലഭിക്കും. കുറ്റപത്രം ഇതുവരെ സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ രണ്ടാമത്തെ കേസിൽ കൂടി സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാകും. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരിട്ട് നോട്ടീസ് നൽകാനാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. കോടതിയിലേക്ക് സമീപിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റു പ്രതികൾക്ക് ജാമ്യം ലഭിക്കാത്ത മറ്റു പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ കോടതിയെ സമീപിക്കാമെന്നൊരു തീരുമാനം കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തിട്ടുമുണ്ട്. ഒപ്പം തന്നെ ഇതിൽ ഈ ആരോപണ വിധേയരായ തുടക്കം മുതൽ തന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളിൽ തന്നെ ഉയർന്നു കേട്ട പേരുകളാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ, മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിൽ നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീയെയും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേന്ദ്ര പ്രസാദിനെ, ഇവരുടെ രണ്ടുപേരുടെയും വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ റെയ്ഡ് നടത്തിയിരുന്നു. അപ്പോൾ ഇവരെ കൂടി ചോദ്യം ചെയ്യലിൽ ഉൾപ്പെടുത്താനാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ SIT സംഘം കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമായിരിക്കും കോടതിയിലേക്ക് കുറ്റപത്രം അടക്കമുള്ള കാര്യങ്ങളുമായി, പ്രത്യേകിച്ച് SITയുടെ കുറ്റപത്രം പരിശോധിച്ച് അതിലെ മൊഴികളും രേഖകളും എല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കുക.